ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ജയിൽ നോമിനേഷൻ കഴിഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അനുമോളും അനീഷും ജയിലിൽ പോവും. ഇതിൻ്റെ ഇടയിൽ ചില വിഷയങ്ങൾ കൂടി നടന്നു. നമുക്ക് അതിനെക്കുറിച്ച് പെട്ടെന്നൊന്ന് സംസാരിക്കാം. അതായത് അന്ന് രാത്രിയിൽ ഫുഡ് ചോദിച്ചതിൻ്റെ പേരിൽ, അതായത് നെവിൻ നമ്മുടെ രേണുവിന് മുട്ടായിയോ അങ്ങനെ എങ്ങാണ്ട് എടുത്തു കൊടുത്തല്ലോ, കേക്കോ മുട്ടായി എങ്ങാണ്ട് എടുത്തു കൊടുത്തു. അതിനുശേഷം വന്നിട്ട് അത് കണ്ടുകൊണ്ടിരുന്ന ജിസേൽ പറഞ്ഞല്ലോ, ഈ ഇഡിയറ്റ്സ് എന്ത് ചെയ്തിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്, നാളെ കഴിച്ചാലും പോരെ, അവിടെ നമുക്ക് വേണ്ടി മറ്റവർ കിടന്ന് കഷ്ടപ്പെടുന്ന നീ കണ്ടില്ലേ, എൻ്റെ അടുത്ത് ചോദിക്കാതെ അങ്ങനെ കൊടുക്കുന്നത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടല്ലോ. ആ പേര് പറഞ്ഞിട്ട് നമ്മുടെ ശൈത്യ ഇന്ന് ജിസേലിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഒരു ചെറിയ സംസാരമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കരമായിട്ട് തനിക്ക് അങ്ങനെ പറഞ്ഞത് ഹേർട്ടായി എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ശൈത്യ നോമിനേറ്റ് ചെയ്തത്. ആദിലയും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ജിസേലിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിസേലിൻ്റെ ഈ ഒരു പ്രവൃത്തി അവർ ഒരു ഫേക്ക് ആയിട്ടുള്ള നന്മമരമാണ്, ഇതാണോ ജിസേലിൻ്റെ ഹ്യൂമാനിറ്റി എന്നൊക്കെ ഉള്ളൊരു ടോപ്പിക്ക് അവിടെ എടുത്തിട്ടിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ ജിസേലിൻ്റെ ഗ്രൂപ്പ് അതിനെ എതിർക്കും. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം, ഇവിടെ ഒരു പുതിയ ഗ്രൂപ്പ്, അത് മറ്റുള്ള പരമ്പരാഗത ഗ്രൂപ്പുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അനുമോള്, ആദില, നോറ, ശൈത്യ, ഒരു പുതിയ ഗ്രൂപ്പ്, അവരെ ചെറിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്ന രേണു, അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ രൂപപ്പെട്ടിട്ടുള്ളതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇവിടെ കാര്യങ്ങൾ വിജയിച്ചത് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ്. അതായത് ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് അനുമോൾക്കാണ്, 11 വോട്ട് കിട്ടി. അനീഷിന് 10 വോട്ട് എങ്ങാണ്ട് കിട്ടി. ജിസേലിന് 2 വോട്ട്, ശരത്തിന് 2 വോട്ട്, നൂറയ്ക്ക് 2 വോട്ട്, അങ്ങനെ എങ്ങാണ്ടാണ് ബാക്കി കിട്ടിയത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചു, മെജോറിറ്റി തീരുമാനിച്ചു അനീഷും അനുമോളും ജയിലിൽ പോകട്ടെ എന്ന്. അത് തന്നെയാണ് സംഭവിച്ചത്. ഗ്രൂപ്പിസമൊക്കെ പ്രകടമാണ്. ആ ഗ്രൂപ്പിനെ പൊളിക്കാനും പുതിയ ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നുമുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.